ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്ന് ഡോക്ടർ റോബിൻ്റെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടി മെഹർ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒന്നാം ഭാഗം അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ ഇതിൻ്റെ താഴെ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയിരുന്നത് ഡോക്ടർ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഈ മെഹർ നടത്തുന്ന സംതിങ് സ്പെഷ്യൽ എന്ന പ്രോഗ്രാമിലെ ഓരോ ആൾക്കാരുടെയും ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് കാണിച്ച ശേഷം അവരെക്കുറിച്ച് ഡോക്ടർക്കുള്ള അഭിപ്രായം പറയുക എന്ന പങ്ക്തിയാണ്. അപ്പോൾ അതിൽ ആദ്യം കാണിച്ചിരുന്നത് സാബുമോനെ പറ്റിയും രണ്ടാമത് കാണിക്കാൻ തുടങ്ങുന്നത് ഡോക്ടർ രജിത് കുമാറിനെ കുറിച്ചുമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സാബുമോനെ കുറിച്ചുള്ള ഡോക്ടറുടെ അഭിപ്രായവും അതിൻ്റെ ഡീറ്റെയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അഭിപ്രായവും പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ഡോക്ടർ രജിത് കുമാറിനെ കുറിച്ചുള്ള ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒബ്വിയസ്ലി നല്ലതാണ്, അത്രേ ഉള്ളൂ. നമുക്ക് നേരെ അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ. സീസണിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും പുള്ളിക്കാരൻ നമ്മുടെ എനിക്കൊന്ന് മൈക്രോബയോളജിയിൽ ഗോൾഡ് മെഡലിസ്റ്റാണ്, PhD എടുത്തതിൽ ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പം അത്യാവശ്യം നല്ല അറിവും വിവരവും ബോധവും ഉള്ള ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അപ്പം ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിക്കാരൻ്റെ ഗെയിംസ് ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഗെയിം പാറ്റേൺ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം അല്ല ആക്ച്വലി അത്. പിന്നെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മേനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി പേഴ്സൺ ആണ് പുള്ളിക്കാരൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇത്രയും ഈ ഒരു പ്രായത്തിലും ഇത്രയും എനർജറ്റിക് ആയിട്ട് പാഷനൊക്കെ ഫോളോ ചെയ്ത് പുള്ളിക്കാരൻ റീസെന്റ് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ നല്ലൊരു ജോലി മാറ്റി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ ഫാഷന്റെ പിറകെ പോകുന്നത്. സോ അതിനുവേണ്ടി പുള്ളിക്കാരൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ രഞ്ജിത് കുമാറിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് താൻ ഇദ്ദേഹത്തിന് ഇതിനു മുമ്പും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് വെളുത്ത താടിയൊക്കെ ആയിട്ടുള്ള ഡോക്ടർ രജിത് കുമാറിനെ. സീസൺ 2 വന്ന ശേഷമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. എന്നാലും താൻ സീസണൊന്നും അധികം കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളെ കുറിച്ചൊക്കെ ആ സീസണിൽ വെച്ചാണ് ഡോക്ടർ കണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം ഒരു PhD ഗോൾഡ് മെഡലിസ്റ്റ് ആണെന്നും അത്രയും പക്വതയും വിവരമുള്ള കക്ഷിയായതുകൊണ്ട് സാമാന്യ വിവരവും ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് താൻ കരുതിയിരിക്കുന്നതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഒരു ഗെയിമർ എന്ന രീതിയിൽ ഡോക്ടർ റോബിൻ രജിത് കുമാറിന്റെ ഗെയിമൊന്നും അധികം കണ്ടിട്ടില്ല. എന്നിരുന്നാലും കണ്ട ഷോകളിൽ തനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഗെയിം സ്ട്രാറ്റജിയോട് തീരെ യോജിപ്പില്ലാത്ത ആളാണെന്നും തനിക്ക് ആ ടൈപ്പ് ഗെയിം ഇഷ്ടമല്ല എന്നും ഡോക്ടർ തുറന്നു പറയുന്നുണ്ട്. അതായത് രജിത് കുമാറിൻ്റെ ബിഗ് ബോസിലെ ഗെയിമിനെ കുറിച്ച് ഡോക്ടർക്ക് അത്ര നല്ല അഭിപ്രായം അല്ല എന്നുള്ളത് വേറൊരു കാര്യം. രജിത് കുമാർ ധാരാളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണെന്നും അത് വളരെ നല്ലൊരു കാര്യമാണെന്നും ഡോക്ടർ പറയുന്നുണ്ട്. കൂടാതെ തന്നെ അമ്മയൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ് രജിത് കുമാർ എന്നും ഈ 65-ാം വയസ്സിലും ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് തൻ്റെ പാഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ താൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. പുള്ളിയെ ഡോക്ടർ ആദ്യമായിട്ട് കാണുന്നത് സീസൺ 5 വെച്ച് ഹോട്ടൽ ടാസ്കിൽ ഡോക്ടറും രജിത് കുമാറും ഒരുമിച്ചാണ് അകത്തേക്ക് എൻട്രി ചെയ്യുന്നതെന്നും അന്നേരമാണ് താൻ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് കാണുന്നതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ കാര്യമാണ് ഡോക്ടർ ഇനിയും പറയാൻ പോകുന്നത്. അതായത് രജിത് കുമാർ പല പ്രാവശ്യവും ഡോക്ടർ റോബിനിട്ട് കുത്തിയിട്ടുണ്ടെങ്കിലും റോബിൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം ഡോക്ടർ അത് ഇൻഡയറക്റ്റ് ആയിട്ട് രജിത് കുമാറിന് കൊടുക്കുന്ന ഒരു സീനാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. അപ്പോൾ ആ സീനിനെ കുറിച്ച് ഞാനിപ്പോൾ ആദ്യം കാണിക്കാം, അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞൊരു സീനും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. തൻ്റെ പാഷന് വേണ്ടി ഇത്ര ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രജിത് കുമാർ എന്ന് ഡോക്ടർ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ അടുത്ത പോർഷൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഏതൊരു വീഡിയോയിൽ അന്ന് പറഞ്ഞൊരു കാര്യം പിന്നീട് ഞാൻ കണ്ട പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ MBBS പഠിച്ചിട്ട് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ അത് എടുത്തത് കൊണ്ട് എന്താണ് ഗുണമെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഞാനും അതാണ് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം സാർ ഒരു ലെക്ചറാണ്, സാർ കോളേജിൽ പോയി അതേ റിസൈൻ ചെയ്ത് സാറിൻ്റെ ഫാഷനിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ റീസെന്റ് ആ ഒരു വീഡിയോ കണ്ടു, എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അപ്പം സാറും അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ജോലിയൊന്നും നമ്മൾ കളയുന്നില്ല, നമുക്ക് ജോലിയിൽ എപ്പോൾ വേണമെങ്കിലും കയറാൻ ഉള്ളൂ. സോ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് പോസിറ്റീവും പിന്നെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറയുന്ന ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സീസൺ 5 വെച്ച് ഡോക്ടറോട് രജിത് കുമാർ സാറ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഡോക്ടർ അന്നേരം അത് ശ്രദ്ധിച്ചില്ലെന്നും പിന്നീട് ഈ അടുത്തിടെയാണ് ഡോക്ടർ ആ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടതെന്നും അപ്പോൾ ഡോക്ടർ അന്ന് ആ ചോദിച്ച ചോദ്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത്.
ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അന്ന് രജിത് കുമാർ സാറ് അവിടെ വെച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, MBBS പഠിച്ചിട്ട് ഡോക്ടറായില്ലേ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്നും നീ വേറെ പാഷന്റെ പുറകെ പോകുന്നത് എന്തിനാണെന്നും. ഇപ്പോൾ തനിക്ക് ചോദിക്കാനുള്ളതും അത് തന്നെയാണെന്ന് ഡോക്ടർ റോബിൻ മെഹറിനോട് പറയുകയാണ്. കാരണം ഡോക്ടറും അന്ന് PhD ഒക്കെ എടുത്ത് ലെക്ചറായിട്ട് അധ്യാപനം നടത്തേണ്ട ആള് അതൊക്കെ വിട്ട് തൻ്റെ പാഷനായ ആക്ടിങ്ങിൻ്റെ പുറകെ പോകുന്നത് എന്തിനാണ് എന്നാണ് ഡോക്ടർ റോബിൻ ചോദിക്കുന്നത്. കൊടുത്ത വടി അതേമാതിരി തിരിച്ച് രഞ്ജിത് കുമാറിന് മുകളിലേക്കിട്ട് ഡോക്ടർ ഇപ്പോൾ നല്ലൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത്രയും ദിവസം ഇതിനെപ്പറ്റി ഒന്നും ഡോക്ടർ പറഞ്ഞതായിട്ട് എങ്ങും കണ്ടിട്ടില്ലായിരുന്നു. ഡോക്ടർ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി റിവീൽ ചെയ്യുന്നത്. എന്നാൽ പുള്ളിയെക്കുറിച്ച് തനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും കുറച്ച് തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അത് അദ്ദേഹത്തിൻ്റെ പോരായ്മകളായി താൻ കണക്കാക്കുന്നുവെന്നും എന്നിരുന്നാലും നല്ലൊരു ഹ്യൂമൻ ആണെന്നും ഇദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയേ തനിക്ക് പറയാനുള്ളതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് മെഹർ അടുത്ത ആളിനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 4 കഴിഞ്ഞ സമയത്ത് വളരെ വലിയ വിവാദവും സ്ഥിരം അഭിമുഖങ്ങളും വലിയ കോളിളക്കങ്ങളും ഉണ്ടായ വിഷയമാണ് ദിൽഷ റോബിൻ റിലേഷനും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും. അവസാനം ദിൽഷ ഒരു വീഡിയോയിലൂടെ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം ഡോക്ടർ പിന്നെ ഇന്ന് വരെ ഇതിനെപ്പറ്റി ഒരക്ഷരം ഒരു മാധ്യമത്തിനോടും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മെഹർ ദിൽഷയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട്, അതായത് ഈ പ്രോഗ്രാമിന്റെ അടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് ദിൽഷയുടെയാണ്. എല്ലാരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളാണിത്. നോ കമന്റ്സ്. നെക്സ്റ്റ്. ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദിച്ചോട്ടെ. ചോദിക്കണോ? എനിക്ക് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല, എന്നാലും എന്താണ് ചേട്ടാ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് ഇപ്പം കുറെ നാളായി. അപ്പോൾ ആ ഒരു ടൈമില് ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ ടൈമില് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരണമാണ് ദിൽഷ ജയിച്ചിരുന്നത് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ധാരാളം ഡോക്ടറുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പോലും ഡോക്ടർ ദിൽഷയെക്കുറിച്ചൊന്നും പറയുന്നതോ ദിൽഷ ഡോക്ടറെക്കുറിച്ച് പറയുന്നതോ ആയ ഒരു ഇന്റർവ്യൂവും കണ്ടിട്ടില്ല. ഒരുപക്ഷെ നേരത്തെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവരോട് അത് വിലക്കിയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും ഇന്ന് ഈ ഇന്റർവ്യൂവിൽ ആദ്യമായി ദിൽഷയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അവതാരിക ഡോക്ടറോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? അന്ന് ദിൽഷ സീസൺ 4 ജയിക്കുന്നത് ഡോക്ടറുടെ ഒരു സപ്പോർട്ട് കാരണമാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുള്ളത് എന്നാണ് അവതാരിക ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയും ഡോക്ടർക്ക് തൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നതുമായ ഒരു രംഗമാണ് ഞാൻ ഇനിയും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്റെ ഒരു അഭിപ്രായത്തില് ബിഗ് ബോസും കഴിഞ്ഞു 2 വർഷം കഴിഞ്ഞു, ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത്. ആ കുട്ടിയുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ എന്റെ ലൈഫായിട്ട് സപ്പോർട്ട് ചെയ്തത് ഓർത്തിട്ട് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചെയ്യാനുള്ളതെന്ന് ചെയ്തു, അത് കഴിഞ്ഞു. ആ ടോപ്പിക് ആ ചാപ്റ്റർ കഴിഞ്ഞു. പുള്ളിക്കാരി ലൈഫായിട്ട് പോകുന്നു, ഞാൻ എന്റെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. രണ്ടുപേർക്ക് നല്ലതുണ്ടാവട്ടെ, അത്രയും. അന്ന് ദിൽഷ ചേച്ചി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തതാണോ അതോ ഡോക്ടർ എനിക്കായിട്ട് തോന്നിയിട്ട് ചെയ്തതാണ്? അപ്പം ഒരു കാര്യം കൂടെ, ഇനി ഇപ്പം 2 years ആയി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ ഇനി കണ്ട് സംസാരിക്കും നമുക്ക് സ്റ്റേജിൽ കാണാനൊക്കെ പറ്റുമോ? ഇല്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരാൻ താല്പര്യമില്ല. ഓക്കെ, അല്ല അത് വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ താല്പര്യമില്ല. ഓക്കെ. അവതാരികയുടെ ഈ ചോദ്യത്തിനോട് ആദ്യം തന്നെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് താൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അപ്പം അവതാരിക വിടുന്നില്ല വീണ്ടും. എന്നിരുന്നാലും എന്തുവരും അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് തനിക്ക് ഒന്നുമേ ഇതിനെപ്പറ്റി പറയാനില്ല. അതായത് ദിൽഷയുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഡോക്ടർ പറയുന്നു. അപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട് ഞാൻ എന്നാ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. അപ്പം ഡോക്ടർ പറയുന്നത് നിർബന്ധമാണെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം. അപ്പോഴാണ് പറഞ്ഞത് അന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ടല്ലോ ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടിയാണ് ദിൽഷ അന്ന് ഗെയിം ജയിച്ചതെന്ന്. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയുന്നത്? അപ്പോൾ ഡോക്ടർ പറയുന്ന മറുപടിയാണ് ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞു, വർഷം 2 കഴിഞ്ഞു, എല്ലാവരും അത് വിട്ടു, ഇനിയെങ്കിലും അത് വിടരുത്, അതിനെപ്പറ്റിയൊന്നും തനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ അവതാരിക ചോദിക്കുന്ന പിന്നത്തെ ചോദ്യം, അതായത് ഡോക്ടറുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണം എന്ന് അവതാരികയ്ക്ക് നിർബന്ധമുള്ളത് മാതിരി ഡോക്ടർ ദിൽഷ പറഞ്ഞിട്ടാണോ സപ്പോർട്ട് ചെയ്തത് എന്ന്. ഡോക്ടർ അന്നേരം കറക്റ്റ് ക്ലിയർ ആയിട്ട് തൻ്റെ പക്ഷം പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുകയാണ് ഒരിക്കലും ദിൽഷ പറഞ്ഞിട്ടില്ല, താൻ സ്വയമേ സപ്പോർട്ട് കൊടുത്തതാണെന്നും അല്ലാതെ ദിൽഷ പറഞ്ഞിട്ടല്ല ചെയ്തതെന്നും ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മുന്നോട്ട് താല്പര്യമൊന്നുമില്ല എന്നും കഴിഞ്ഞത് കഴിഞ്ഞു,
അത് അവിടെ കൊണ്ട് തീർന്നു. ആ കുട്ടിക്ക് നല്ലത് വരട്ടെ, ആ കുട്ടിയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ നിർത്തുമ്പോൾ വീണ്ടും വിടാതെ അവതാരികയുടെ അടുത്തൊരു ക്വസ്റ്റ്യനൂടെ വരുന്നു. ഇപ്പോൾ 2 വർഷമായില്ലേ സീസണൊക്കെ കഴിഞ്ഞ് ഈ വിവാദമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും കാണുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് തുടരാനും നല്ലതായിട്ട് പോകാനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഇല്ല, തനിക്ക് ഈ ചാപ്റ്ററെ താൻ ക്ലോസ് ചെയ്തതാണ്, ഇനി ഇതിനെപ്പറ്റി ഒന്നും പറയാൻ മുന്നോട്ട് തുടരാനും താല്പര്യമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. രണ്ടാമത് ഡോക്ടർ പറയുന്ന ഒരു കാര്യം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് ഇനി അങ്ങനെ ഒരു കണക്ഷൻ വേണ്ട എന്ന് താൻ ഉറപ്പിച്ചിരിക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു. അതോടുകൂടി അവതാരിക കട്ടയം പടം മടക്കുകയാണ്. അടുത്ത പിക്ചറിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവതാരിക പോകുന്നതാണ് അടുത്ത രംഗം. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിനും ലെങ്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു രസമില്ല എന്നുള്ളത് കാരണം ഈ വീഡിയോയും ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.